ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു സിമ്പിൾ റൈസ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് അതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന ഒരു സമയത്ത് നമുക്ക് ഗരം മസാല കൂട്ടുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നീ ഐറ്റംസ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നമ്മൾ. സവാള അതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റി വന്നതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരു ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അതും ആഡ് ചെയ്തിട്ട് അതും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതും നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് അടുത്തതായിട്ട് തക്കാളിയാണ് ആഡ് ചെയ്യുന്നത്. തക്കാളി നമ്മൾ ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ആഡ് ചെയ്യുന്നത്. തക്കാളിയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് വരണം. അതൊന്നൊന്ന് ഉടഞ്ഞ് വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്നിടം വരെ നല്ലപോലെ നമ്മൾ ഇതിനെ നല്ലപോലെ വഴറ്റി മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നല്ലപോലെ മിക്സ് ആയതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് ഉടയാൻ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനകത്തോട്ട് ആവശ്യത്തിന് എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. കുരുമുളക് പൊടി ആ വെജിറ്റബിൾസ് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് അരി ആഡ് ചെയ്യാൻ പോകണം. നമ്മൾ അരമണിക്കൂർ കുതിർത്ത് വെച്ച ബസ്മതി റൈസാണ് ആഡ് ചെയ്യുന്നത്. അത് എന്നിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അരി കുതിർത്ത് വെച്ച് ആഡ് ചെയ്തതിന് ശേഷം നമ്മളതിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആയതിനു ശേഷം നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം അനുസരിച്ചാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മളതിനെ അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. അടച്ച് വെച്ച് ഒരു 10 മിനിറ്റൊക്കെ മതി ഇത് കുക്കായി വരാൻ. ബസ്മതി റൈസ് ആയതുകൊണ്ട് അത് പെട്ടെന്ന് കുക്കാവും. നമ്മൾ അത്രയും നേരം കുതിർത്ത് വെച്ചതും കൂടെ കാരണം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിനെ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ്സ് കുക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് റൈസ് റെഡിയാകും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ റൈസ് റെസിപ്പിയാണ്. സമയമില്ലാത്തപ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നമുക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം. ഞങ്ങളിപ്പോൾ ഇത്ര ആഡ് ചെയ്തതേ ഉള്ളൂ. ക്യാപ്സിക്കോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. നമ്മുടെ ചാനൽ, നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജും ഉണ്ട്. അതും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കണം. ബൈ.